ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hello my dear students, welcome to Lakshya School Plus. It's a time for accountancy for the AFS students. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AFS സ്റ്റുഡൻസിനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ചാപ്റ്റർ, ദാറ്റ് ഈസ് accounting ratios. That is accounting ratios. It's an important chapter. Why? Because 8 mark questions will be asked in the final examination. 8 മാർക്കിന് ലാസ്റ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് തുടക്കം മുതൽ, സ്റ്റാർട്ടിങ് മുതൽ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആർ യു റെഡി ഗൈസ്? ആർ യു റെഡി? സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹായ് പറ കേട്ടോ, നമ്മുടെ സെഷനിലുള്ളവര് ജസ്റ്റ് ഒന്ന് ഹായ് പറ. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സെഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത്? ദെൻ നമ്മൾ നോർമലി ഏത് ചാപ്റ്ററിലും ഏത് കോൺസെപ്റ്റിലും പഠിക്കാറുള്ളത് പോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും. സോ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, that concepts should also discussed. Then types of ratios. What are the different types of ratios available? അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. Then liquidity ratio, solvency ratio, ഇതൊക്കെ ടൈപ്സ് ആണ്. Activity or turnover ratio. Then the last one is profitability ratios. These all types of ratios were discussed and detailedly explained in the session. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഒരു പേടിന്റെയും ഒരു ടെൻഷന്റെയും ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഇറ്റ്സ് എ ഓൺലി പ്ലാറ്റ്ഫോം ഫോർ AFS സ്റ്റുഡൻസ്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, ലക്ഷ്യ ഇസ് ദ ഓൺലി വൺ പ്ലാറ്റ്ഫോം. എല്ലാ ദിവസവും സെഷൻസ് കൊടുക്കുന്ന, ലൈവ് സെഷൻസ് കൊടുക്കുന്ന, ഫ്രീ ആയിട്ട് സെഷൻസ് കൊടുക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്, ദാറ്റ് ഈസ് ഓൺലി ലക്ഷ്യ. ലക്ഷ്യം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഒരു ലക്ഷ്യയിലെ ഒരു അധ്യാപകരായി ഞാൻ അഭിമാനിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ഈ ഒരു ടോപ്പിക്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് റേഷ്യോ? ഓക്കെ, റേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ, ഒരു വിഭാഗം, നമ്മൾ തരംതിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മലയാളത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, നമ്മൾ 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, റേഷ്യോ മീൻസ് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഫിഗർ അല്ലെ. ഒരു കാര്യത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫിഗറിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ നമ്പറിനാണ് റേഷ്യോസ് എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ ഇൻ അക്കൗണ്ടിങ് വാട്ട് യു മീൻ ബൈ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, while using accounting activities or accounting information for calculating ratios, that is known as accounting ratio. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിഗർ ആണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ് ഈ ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് റേഷ്യോ. ഓക്കെ ആണോ? നമുക്കറിയാം, ജസ്റ്റ് നോട്ട് നോക്കുക. A ratio is a mathematical number calculated as a reference to ratio or more numbers and can be expressed as fraction.
ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. നമുക്കറിയാം ഇപ്പൊ നമ്മൾ 2/3 അല്ലെ, ഈ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ എന്താ, ഇപ്പൊ നമ്മൾ ഒരു 100% നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒരു 33.33 അല്ലെ, അതുപോലെ തന്നെ 33.33 അങ്ങനെ 3 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊപ്പോർഷനേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈക്വൽ ആയിട്ട്. ഇനി അതുപോലെ തന്നെ പെർസെന്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പെർസെന്റേജിൽ. ആൻഡ് നമ്പർ ഓഫ് ടൈംസ് അല്ലെ, നമ്പർ എത്ര പ്രാവശ്യം നമ്മൾ ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ആ കോയിൻ ടോസ് ചെയ്തു, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഒക്കറൻസ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റേഷ്യോസിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, റേഷ്യോസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ഇൻ അക്കൗണ്ടിങ് വാട്ട് യു മീൻ ബൈ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് റേഷ്യോ ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഓക്കെ, തറവാക്കാനായിട്ട് പറ്റണം. സോ ഗൈസ് പ്ലീസ് ഷെയർ ദിസ് ലൈവ് സെഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ സെഷനിലേക്ക് വരിക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. സോ നമുക്ക് ഇവിടെ നമ്മൾ ഈ റേഷ്യോ അനാലിസിസിലൂടെ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് നമുക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഞാൻ ഒരു കറണ്ട് അസറ്റ്, ഓക്കെ, കറണ്ട് അസറ്റ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം വാട്ട് യു മീൻ ബൈ കറണ്ട് അസറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് വാട്ട് യു മീൻ ബൈ കറണ്ട് ലയബിലിറ്റി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ, കറണ്ട് ലയബിലിറ്റി എന്നതിനെ കുറിച്ച് അറിയാം. സോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷോർട്ട് ടേമില് നമ്മുടെ കമ്പനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആഡിക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മണി നമ്മുടെ കയ്യിലുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വൈൽ കാൽക്കുലേറ്റിംഗ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് റേഷ്യോ അനാലിസിസിന്റെ റെഫറൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് തമ്മിലുള്ള, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഡിഫറെന്റ് ടൈംസിലുള്ള പ്രോഫിറ്റുകളോ, അല്ലെങ്കിൽ അതിന്റെ കടങ്ങളോ, അല്ലെങ്കിൽ അതിന്റെ അസറ്റുകളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിധത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ബൈ യൂസിങ് റേഷ്യോ അനാലിസിസ്. ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ business concern for taking various decisions. Clear. The next point, when ratios are calculated on the basis of എന്താണ് ഞാൻ പറഞ്ഞേ, calculated on the basis of accounting information. Ratios are calculated on the basis of accounting information. They are called accounting ratios. ഞാൻ പറഞ്ഞു റേഷ്യോസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്, അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിലെ ഡാറ്റ നമ്മൾ എവിടുന്നാണ് എടുക്കുക. സോ ജസ്റ്റ് ക്ലാസ്സിലുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടോ എന്ന കാര്യമൊക്കെ ഒന്ന് പറയാ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മളെ സെഷൻ ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു ഈ ഡാറ്റാസ് ഒക്കെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എവിടുന്ന് എടുക്കുക, ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ കമ്പനി അല്ലെ. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ക്ലിയർ ആയിട്ട് ആഡിക്വേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്തായിരിക്കും, നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഇൻഫർമേഷൻസ് ആർ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് സച്ച് റേഷ്യോസ്. ക്ലിയർ. Next point is that ratio analysis is the process of determining and interpreting numerical relationship based on financial statements. It is calculated on the basis of financial statements. That is an important thing. മറക്കരുത്, that is an important thing. Okay ആണോ guys? Is it okay? Okay ആണോ? സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് എന്തൊക്കെ ആയിരിക്കും ഈ റേഷ്യോ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബിസിനസ്സിനുള്ള ഗുണങ്ങൾ
എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എടുത്തിട്ട് നമ്മളത് എന്താണ് ഇപ്പൊ നമുക്കൊക്കെ കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 3:1 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് കറണ്ട് അസറ്റ് ആയിരിക്കും, ഇത് കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. സോ കറണ്ട് അസറ്റ് ആണ് എന്ത് ഇവിടെ കൂടുതലായിട്ടുള്ളത്, കറണ്ട് അസറ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കറണ്ട് അസറ്റ് ഈസ് 2 times more than ദ കറണ്ട് ലയബിലിറ്റി എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു റേഷ്യോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് കാര്യങ്ങൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്ത് പറ്റും? ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എത്രയുണ്ട് അല്ലെ, ബിസിനസിന്റെ എബിലിറ്റി എത്രയുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ഉപകാരപ്പെടും? ഈ പറയുന്ന റേഷ്യോ അനാലിസിസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഡിസിഷൻസ് നമുക്ക് ഇപ്പൊ കറണ്ട് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1:1 ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഈക്വൽ ആണ് അല്ലെ, റേഷ്യോ ഈക്വൽ ആണ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഈക്വൽ ആണ്. അപ്പൊ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. സോ വേരിയസ് ഡിസിഷൻസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേരിയസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് നമ്മൾ ഈ പറയുന്ന റേഷ്യോ അനാലിസിസ് വെരി യൂസ്ഫുൾ ഫോർ ദ ബിസിനസ് കൺസേൺ. ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്, സോട്ട് അനാലിസിസ് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സ്ട്രെങ്ത്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എന്താണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപകാരപ്പെടും? ഈ പറയുന്ന റേഷ്യോ അനാലിസിസ് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഈ റേഷ്യോ അനാലിസിസിന് ഉള്ളതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയത്. ഫസ്റ്റ് objective is to know the areas of business which need more attention. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് കുറവുള്ളത്, ഏതിലൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമായിട്ടുള്ളത്. ദാറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. അപ്പൊ നമ്മൾ ഈ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് കറണ്ട് അസറ്റ് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് കറണ്ട് അസറ്റിൽ കുറച്ചുകൂടെ മോർ ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൊടുക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഉപകാരപ്പെടും. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു നോ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഏരിയാസ് which can be improved with the effort of desired direction. അതായത് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെന്ത് ചെയ്യാം? നമ്മൾ മോർ അറ്റൻഷൻ നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? ബൈ യൂസിങ് റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യടാ? നമുക്ക് സാധിക്കും. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ഓക്കെ ആവുന്നുണ്ടോ? ടു നോ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഏരിയാസ് വിച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ വിത്ത് ദ എഫേർട്ട് ഓഫ് ഇൻ ദ ഡിസൈഡ് ഡയറക്ഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ടു പ്രൊവൈഡ് ഡീപ്പർ അനാലിസിസ് ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി. The first one is profitability. Next one, liquidity is for short term. What do you mean by liquidity position? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളുടെ അസറ്റ്സ് within 1 year നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? സോൾവൻസി ഈസ് ഫോർ ലോങ് ടേം. അതായത് നമുക്ക് നമ്മുടെ ലോങ് ടേമിൽ നമ്മളെ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ആർക്കുണ്ടോ? നമ്മുടെ ബിസിനസ് കൺസേൺ ഉണ്ടോ? ദാറ്റ് ഈസ് ദ സോൾവൻസി എന്ന് പറയുന്നത്. Then efficiency levels in the business. Okay, profitability, liquidity, solvency and profitability levels in the business. That is the third objective, to provide deeper analysis of the profitability, liquidity, solvency and profitability levels in the അല്ലെങ്കിൽ efficiency levels in the business. Next, to provide information for inter-firm and intra-firm comparison. What do you mean by inter-firm? അതായത് നമ്മളുടെ our organization and other organization. ഓക്കെ. ഇനി ഇൻട്രാഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാഫോം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് ഇപ്പൊ നമുക്ക് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇൻട്രാ കമ്പാരിസൺ. ഇന്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനും പുറത്തുള്ള ഓർഗനൈസേഷനും നമ്മളുടെ കമ്പാരിസൺ ആണ് ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇൻട്രാ മീൻസ് വിത്തിൻ ദ കൺസേൺ. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഡിറൈവ്ഡ് ഫ്രം ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പ്രൊജക്ഷൻസ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഡാറ്റാസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേഷ്യോ, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
ഫ്യൂച്ചറിനെ കുറിച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപകാരപ്പെടും? റേഷ്യോ അനാലിസിസ് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ദിറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് there are different advantages for ratio analysis. The first one is ratio analysis helps understand the efficacy of decisions. നമ്മളെല്ലാ കാര്യങ്ങളും ബിസിനസ്സിനെ മുന്നോട്ട് പോകുന്നത് ആസ് പെർ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ, നമുക്കറിയുന്ന കാര്യമാണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റേഷ്യോ അനാലിസിസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഡിസിഷൻ ഒക്കെ പ്രോപ്പർ ആയിരുന്നോ എന്നുള്ള കാര്യം അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യൂടാ? നമുക്ക് ഈ പറയുന്ന അനാലിസിസിലൂടെ നമുക്ക് പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഇനി നമുക്ക് ഈ അക്കൗണ്ടിങ്ങിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ആയിട്ട് അല്ലെ, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സിലും അവിടെ ഇവിടെയൊക്കെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഒരു റേഷ്യോയുടെ രൂപത്തിൽ 2:1 എന്നോ 1:1 എന്നോ പറയുന്ന റേഷ്യോയുടെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പറ്റും ബൈ യൂസിങ് റേഷ്യോ അനാലിസിസ്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ അനലൈസിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. ഓക്കെ, കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച്, അതിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടി റേഷ്യോ അനാലിസിസ് എന്തായിരിക്കും? യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ, നമുക്കറിയാം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് പ്രോബ്ലം ഏരിയാസ് ഓഫ് ബിസിനസ്. ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ മോർ അറ്റൻഷൻ കൊടുക്കേണ്ടത്, മോർ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്നുള്ള കാര്യമൊക്കെ അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് റേഷ്യോ അനാലിസിസ് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് എനേബിൾസ് SWOT അനാലിസിസ്. What do you mean by SWOT analysis? Strength ആണ് S, W stands for weakness, O is for opportunity and threats അല്ലെ, T is for threats. അപ്പോൾ SWOT അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന റേഷ്യോ അനാലിസിസ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഡിറ്റർമിൻസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം, നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഒക്കെ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഡിഫറെന്റ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും പറ്റും? ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ സോൾവൻസി ഓഫ് ദ ബിസിനസ്. സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടേം അല്ലെ, ലോങ് ടേമിൽ നമുക്ക് ഡെപ്റ്റ്, കടം കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് പറ്റും. നെക്സ്റ്റ് ഇസ് ഇൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് യൂസ്ഫുൾ ആയിരിക്കും? നമുക്ക് ഈ പറയുന്ന റേഷ്യോ അനാലിസിസ് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് അലൗസ് ദ കമ്പനി ടു കണ്ടക്ട് കമ്പാരിസൺ വിത്ത് അതർ ഫേംസ്. ഓക്കെ, അതർ ഫോംസ് ഇന്റർ ഫോം കമ്പാരിസൺ നമ്മൾ നേരത്തെ പഠിച്ചു. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഇൻട്രാ ഫോം കമ്പാരിസൺ എക്സെട്ര. ഇൻട്രാ ഫോം എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഫോം, ദാറ്റ് ഈസ് ഇൻട്രാ ഫോം കമ്പാരിസൺ. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർഫോം കമ്പാരിസൺസും ഇൻട്രാഫോം കമ്പാരിസൺസും ഒക്കെ നടത്താൻ വേണ്ടി എന്ത് യൂസ്ഫുൾ ആയിരിക്കും? നമ്മൾ റേഷ്യോ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ, ഇറ്റ് അസിസ്റ്റ് ദ ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ട്രെൻഡ്സ് അല്ലേ. നമുക്കിപ്പോ നമ്മൾ ഒരു 2019, 2021, 2022 ഇങ്ങനെ പറയുന്ന ഫിനാൻഷ്യൽ ഇയറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഇയറിലൊക്കെ ഉള്ള ഡാറ്റാസ് അനാലിസിസ് നടത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ട്രെൻഡ് ഓഫ് ദ ബിസിനസ്. ഇത് ഗ്രോ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഇത് നമുക്ക് ഡൗൺഫോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാലിസിസ് നടത്താനായിട്ട് പറ്റും അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ബിസിനസ് ഓർഗനൈസേഷൻ. These are the different advantages of ratio analysis, and there are several disadvantages and several limitations of ratio analysis. എന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ പറയുന്ന റേഷ്യോ അനാലിസിസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റഡി ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യത്തില്ല ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പ്രൈസിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ, അതൊന്നും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ എന്താണ്? ഈ പറയുന്ന റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്.
ഇനി അതുപോലെ തന്നെ ഇറ്റ് ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ്, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഈസ് ഓൺലി കൺസിഡേർഡ് ഇൻ റേഷ്യോ അനാലിസിസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. വി ആർ നോട്ട് കൺസിഡറിങ് ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ദാറ്റ് ഓൾസോ എ ലിമിറ്റേഷൻ ഫോർ റേഷ്യോ അനാലിസിസ്. ക്ലിയർ? ഇറ്റ് ഇഗ്നോർസ് qualitative or non-monetary aspect. It's a important limitation. Clear? The next one is there are no standard definition of the ratios. Okay, റേഷ്യോ അനാലിസിസിന് ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്തില്ല, ഒരു പ്രൊവൈഡ് ചെയ്യപ്പെട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഈ റേഷ്യോ അനാലിസിസ് മാത്രമല്ല, നമുക്ക് അനാലിസിസിനും ഇന്റർപ്രിട്ടേഷനും ഒക്കെ, ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾ എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് മാത്രമല്ല. സോ അത് തന്നെ എന്താണ്, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വി ആർ യൂസിങ് ദ ഹിസ്റ്റോറിക്കൽ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ. ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വി ആർ യൂസിങ് ഫോർ കാൽക്കുലേറ്റിംഗ് സച്ച് റേഷ്യോസ്. That is also a limitation. ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിനെ വെച്ച് നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വേണേൽ സിംഗിൾ റേഷ്യോ കാനോട്ട് കൺവേ എനി മീനിങ് അറ്റ് ഓൾ. ഇപ്പൊ കറണ്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും വെച്ചിട്ട്. സോ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതും എന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ റേഷ്യോ കൺസിഡേഴ്സ് ദ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള പൊസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് റേഷ്യോ അനാലിസിസ്. അപ്പൊ എന്താണ്, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നമ്മൾ അഡ്വാൻറ്റേജസ് പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, വി ആർ മൂവിങ് ഓൺ ടു ദ types of ratio analysis. What are the different types of ratio analysis is available? It is calculated or classified into two ways. First one, traditional classification, and other type is functional classification. Okay, traditional ആയിട്ട് എങ്ങനെയായിരുന്നു, and then on the base of different functions. അപ്പോൾ ഈ ഒരു ആസ്പെക്ട്സിൽ എങ്ങനെയാണ് റേഷ്യോ അനാലിസിസിനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓൺ ദ ബേസ് ഓഫ് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ വി ആർ ക്ലാസിഫൈഡ് റേഷ്യോ അനാലിസിസ് ഇൻടു 3 types. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ് എന്ന് വെച്ചാൽ P&L ഐറ്റംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കത്തുള്ളൂ. ദെൻ ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, വി ആർ യൂസിങ് ദ using data from the balance sheet itself. അതിനെയാണ് എന്ത് പറയുന്നത്, ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. The last one is composite ratio. What do you mean by composite ratio? We are using data from the profit and loss account and balance sheet. Okay, profit and loss account ബാലൻസ് ഷീറ്റിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ P&L നിന്നും ഒരു ഡാറ്റ നമ്മൾ എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ calculated using both the figures from statement of P&L account. ക്ലിയർ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അനാലിസിസ് നടത്താനായിട്ട് പറ്റുക. രണ്ടും എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, നമ്മൾ P&L നിന്നാണ് എടുക്കുന്നത്. സച്ച് ആസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോയിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ബോത്ത് ഫിഗേഴ്സ് ഫ്രം ബാലൻസ് ഷീറ്റ്. രണ്ട് ഫിഗേഴ്സും എടുക്കുന്ന എവിടെ നിന്നായിരിക്കും, ബാലൻസ് ഷീറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്ക്, കറണ്ട് റേഷ്യോയിൽ നമ്മൾ കറണ്ട് അസറ്റ് അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റി അല്ലെ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ഈ രണ്ടും നമ്മൾ എവിടെ നിന്ന് എടുക്കുക, നമ്മൾ എടുക്കുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും two figures are identified and taken from the balance sheet is known as balance sheet ratios. And the next one is, last one is composite ratios. What do you mean by composite ratio? It simply means we are taking one figure from the balance sheet and other figure അല്ലെങ്കിൽ other data from the P&L account. ക്ലിയർ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒന്നും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഒന്നും എടുക്കുന്നതെങ്കിൽ that is known as composite ratios.
if a ratio is computed with one variable is taken from the statement of profit and loss account and another variable is from the balance sheet, it is called composite ratio. നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും debtors turnover ratio and inventory turnover ratio, debtors turnover ratio ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന കോമ്പോസിറ്റ് റേഷ്യോസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫംഗ്ഷന്റെ ബേസിൽ ഓൺ ദ ബേസ് ഓഫ് ദ ഫംഗ്ഷൻ വി ആർ ക്ലാസിഫൈഡ് റേഷ്യോ അനാലിസിസ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഇസ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി ഈസ് ഫോർ ഷോർട്ട് ടേം അല്ലെ, ഷോർട്ട് ടേം ആണ് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോൾവൻസി റേഷ്യോ, ദാറ്റ് ഈസ് ഫോർ ലോങ് ടേം. Okay, next one activity or turnover ratio, next one profitability ratio. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് എന്തിനെ, റേഷ്യോസിനെ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യും. ആൻഡ് നമ്മൾ അതിലത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ടാ, നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ, സെഷൻ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഷെയർ ചെയ്യുക. ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിക്വിഡിറ്റി റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും അത് ഷോർട്ട് ടേം ആണ്. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫോർ ഷോർട്ട് ടേം സോൾവൻസി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യപ്പെടുന്നത്. അതായത് നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ വിത്തിൻ 1 ഇയറിൽ നമുക്ക് നമ്മുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ യൂസിങ് ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കാൽക്കുലേറ്റ് ടു മെഷർ ദ ഷോർട്ട് ടേം സോൾവൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷോർട്ട് ടേം സോൾവൻസി, അതായത് ഷോർട്ട് ടേം ബാധ്യതകൾ എന്ത് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, calculating the firm's ability to meet its current obligations. Generally, the higher the liquidity ratios are, the higher the margin of safety that the company possesses meet current liabilities. അതായത് ഈ പറയുന്ന കറണ്ട് റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് എന്തുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമ്പനി ഈസ് ഗുഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഫോൾ ഇൻ ടു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പൊസിഷൻ എന്താണ്, ഹൈ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പറ്റും. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബേസ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 ആണ് എന്ത് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇതെന്തായിരിക്കണം, നമുക്ക് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്, ഇത് കറണ്ട് അസറ്റ് ആണ്. അങ്ങനെ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് ഇത് മീനിങ് വരുന്നത്. സോ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും വെച്ചിട്ടാണ്. കറണ്ട് റേഷ്യോ ആണ് ഇതിലെ ഫസ്റ്റ് റേഷ്യോ. ഓക്കെ, കറണ്ട് റേഷ്യോ ഉണ്ട്, ലിക്വിഡ് റേഷ്യോ ഉണ്ട്. സോ കറണ്ട് റേഷ്യോ എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, നമ്മളുടെ സ്ഥാപനത്തിന്റെ കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് റേഷ്യോ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് വൺ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലെ, കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് യു മീൻ ബൈ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 ഇയർ എന്താക്കാൻ പറ്റണം, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലെ, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം വിത്തിൻ 1 ഇയർ. അപ്പൊ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കറണ്ട് അസറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തൊക്കെ വരും കറണ്ട് അസറ്റില്, നമുക്കറിയാം ഓൾറെഡി ക്യാഷ് വരും, ഡെറ്റേഴ്സ് വരും,
ഡെറ്റേഴ്സ് വരും, ബിൽസ് റിസീവബിൾസ് വരും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളുടെ ഇപ്പൊ നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അഡ്വാൻസ് പേയ്മെന്റ്സ് ഒക്കെ എന്താണ് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കറണ്ട് അസറ്റ് ആയിട്ട് വരും. വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year എന്ന് പറയുന്നതാണ് എന്ത് നമ്മളുടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇറ്റ്സ് കറണ്ട് അസറ്റ്സ് ആർ ഓക്കെ. Current assets are cash and other assets that are expected to be converted to cash within 1 year. 1 year നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺവേർട്ട് ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾസ് ആർ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻവെന്ററീസ്, അതായത് സ്റ്റോക്ക് കേട്ടോ, സ്റ്റോക്ക്. സോ ഞാൻ ഇവിടെ പറയാൻ മറന്നു, ഏതാണ് സ്റ്റോക്ക് എന്താണ് ഒരു കറണ്ട് അസറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് വിറ്റിട്ട് സെയിൽസ് നടത്തിയതിന് ശേഷം നമുക്ക് 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് എമൗണ്ട് റിട്രീവ് ചെയ്യാൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ മുൻകൂട്ടി അടച്ച എക്സ്പെൻസസ്, അഡ്വാൻസ് ടാക്സ്, അക്രൂഡ് ഇൻകം, ഇതൊക്കെ എന്താണ് നമുക്ക് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അസറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. വാട്ട് മീൻ ബൈ അക്രൂഡ് ഇൻകം? അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓൾറെഡി ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ദാറ്റ് ഈസ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയാണ് എന്ത് കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ആണ്. നമ്മളുടെ 1 വർഷത്തിനുള്ളിലുള്ള ബാധ്യതകളാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ആർ ഇൻക്ലൂഡ് ഷോർട്ട് ടേം ബോറോയിങ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾസ്, ബാങ്ക് ഓഡിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണല്ലോ, അധികം എമൗണ്ട് നമ്മൾ പാസ്ബുക്കിലുള്ളതിനേക്കാൾ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ബിസിനസ് വിഡ്രോ ചെയ്യുന്നതിന് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നതാണ് ബൈ ബാങ്ക്. ദാറ്റ് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, that is outstanding expense and short term provisions. ഇതൊക്കെയാണ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then the ideal current ratio is 2:1. The ideal current ratio is നമുക്ക് പറയാൻ പറ്റും എന്താണ്? 2:1 ആണെന്ത് ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡിയൽ റേഷ്യോ കറണ്ട് റേഷ്യോന്റെ ഐഡിയൽ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:1 എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ കറണ്ട് റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻവെന്ററീസ് ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലെ, കറണ്ട് അസറ്റ് ആണ്. ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് എന്താണ്? നമുക്കൊരു കറണ്ട് അസറ്റ് ആണ്. അഡ്വാൻസ് ടാക്സ് ഞാൻ പറഞ്ഞു, നമ്മൾ മുൻകൂട്ടി പേയ്മെന്റ് നടത്തിയിട്ടുള്ള അസറ്റ്സ് ആണ് അല്ലെങ്കിൽ ടാക്സ് ആണെന്ന് പറയുന്നത്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് അതെന്താണ്? അസറ്റ് ആണ്. കാര്യം ആക്ച്വലി ആ ടാക്സ് എന്തായിട്ടില്ല, പേയ്മെന്റ് നടത്താനുള്ള സമയമായിട്ടില്ല, നമ്മൾ എന്ത് ചെയ്തു? മുൻകൂട്ടി അത് അടച്ചു. നമുക്കത് എന്താണ്? അസറ്റ് ആണ്. ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്താണ്? ഓൾസോ ആൻ അസറ്റ്. ട്രേഡ് റിസീവബിൾസ് എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. ട്രേഡ് പേയബിൾസ് അല്ലെ, ട്രേഡ് റിസീവബിൾസ് നമ്മളുടെ അസറ്റും ട്രേഡ് പേയബിൾസ് നമ്മൾ എന്താണ്? ലയബിലിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഷോർട്ട് ടേം ബോറോയിങ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? നമ്മളുടെ കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഈ പറയുന്ന 2 കാര്യങ്ങളും നമ്മളുടെ കറണ്ട് ലയബിലിറ്റി ആണ്. ദെൻ ഈ കൊടുത്തിട്ടുള്ള 4 നമ്മളുടെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. കറണ്ട് അസറ്റ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇതാ, കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് അല്ലെ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. സോ നമുക്ക് കറണ്ട് അസറ്റ്സ് ആയിട്ട് ഏതൊക്കെ എടുക്കാം? കറണ്ട് അസറ്റ്സ് ഈക്വൽസ് ഇൻവെന്ററീസ്, അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ്, ട്രേഡ് പ്ലസ് അഡ്വാൻസ് ടാക്സ് അല്ലെ, അഡ്വാൻസ് ടാക്സ്
പ്ലസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ദാറ്റ് ഈസ് എത്ര വരും എമൗണ്ട് 50,000 പ്ലസ് 50,000 പ്ലസ് 4,000 പ്ലസ് 30,000 അല്ലേ? 4,000 പ്ലസ് 30,000 ഇതാണ് നമ്മുടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. എത്ര കിട്ടും നമുക്ക്? 50 പ്ലസ് 50 1,30,000 ആൻഡ് 1,34,000 അല്ലേ? 1,34,000 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. 1,34,000 ഈസ് ദ കറണ്ട് അസറ്റ്സ്. ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ കറണ്ട് ലയബിലിറ്റി ഓൾസോ. കറണ്ട് ലയബിലിറ്റി ഫ്രം ദ ക്വസ്റ്റ്യൻ ഈസ് എന്താണ്? ട്രേഡ് പേയബിൾസ് ആൻഡ് ഷോർട്ട് ടേം ബോറോയിങ്സ്. ദാറ്റ് ഈസ് ട്രേഡ് പേയബിൾസ് പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? ഷോർട്ട് ടൈം ബോറോയിങ്സ് എന്നത് എന്താണ്? നമുക്ക് ബാങ്ക് ഓടിയാണ് വന്നിട്ടുള്ളത്. സോ ബാങ്ക് ഓടി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. സോ ട്രേഡ് പേയബിൾസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1 lakh പ്ലസ് 4,000. 1 lakh പ്ലസ് 4,000 ദാറ്റ് ഈസ് 1,04,000. ഓക്കെ, 1,04,000 ആണ് നമ്മളുടെ എന്ത്? നമ്മളുടെ 1,04,000 ആണ് നമ്മളുടെ എന്ത്? നമ്മളുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് റേഷ്യോ ഈക്വൽസ് എത്ര വരുന്നത്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? 1,34,000 ഡിവൈഡ് ബൈ 1,04,000 അല്ലേ? 1,34,000 ഡിവൈഡ് ബൈ 1,04,000 ആണ്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 1,34,000 ഡിവൈഡ് ബൈ 1,04,000 ദാറ്റ് ഈസ് 1.28 അല്ലേ? 1.288 ഉണ്ട്. അപ്പൊ നമുക്ക് 1.29:1 അല്ലെ? അടിയിലുള്ള നമുക്ക് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1.29:1 ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് സെഷൻ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സെഷൻ മനസ്സിലാവുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു ബെറ്റർ ആണ് അല്ലെ? നല്ല പൊസിഷൻ അല്ല, കാരണം നമുക്ക് 2:1 ആണ് നമ്മുടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 1.29:1 ആണ്. 1നേക്കാൾ കൂടുതലാണ് എന്ത്? നമ്മളുടെ കറണ്ട് ലയബിലിറ്റിനേക്കാളും കൂടുതലാണ് കറണ്ട് അസറ്റിനുള്ള കാര്യം എന്തായി? നമുക്ക് ഇവിടെ മനസ്സിലായി. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഐഡിയൽ റേഷ്യോയിലേക്ക് എന്ത് എത്തിയിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ റേഷ്യോ പ്രകാരം സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ബെറ്റർ ആണ്, പക്ഷെ എന്ത് എത്തിയിട്ടില്ല? നമ്മുടെ ഐഡിയൽ റേഷ്യോയിലേക്ക് എത്തിയിട്ടില്ല. ഐഡിയൽ റേഷ്യോ ഈക്വൽസ് 2:1 എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അപ്പൊ കറണ്ട് റേഷ്യോ ഓക്കെ ആയെന്ന് വിചാരിക്കുകയാണ്. കറണ്ട് റേഷ്യോ calculated by using this equation, that is current asset divided by current liability. Okay, current asset divided by current liability എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഈ റേഷ്യോനെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ അസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ റേഷ്യോനെ പറയും. സോ ക്യുക്ക് റേഷ്യോ കറണ്ട് റേഷ്യോയിൽ നിന്ന് അധികം വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ പറയുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്യുക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി വരിക. നമ്മൾ കറണ്ട് അസറ്റ് എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സോ കറണ്ട് അസറ്റ് അല്ല, ക്യുക്ക് അസറ്റ് ആണ്. ക്യുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അവിടെ വരുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. സോ അവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് അസറ്റിൽ നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യേണ്ടി വരും ക്യുക്ക് അസറ്റ് ആവണമെങ്കിൽ? കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്ലസ് അഡ്വാൻസ് ടാക്സ്. ഇത്രയും കാര്യങ്ങൾ കറണ്ട് അസറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യുക്ക് അസറ്റ്സ് കിട്ടും. സോ ക്യുക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മളുടെ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ അസറ്റ് ടെസ്റ്റ് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യടാ?
ക്ലാസ്സിലുള്ളവർ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ, സെഷൻ മനസ്സിലാവുന്നുണ്ടോ, ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള കാര്യം അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. റെഡി ആണോ, ഓക്കെ ആണോ, സെഷൻ ക്ലിയർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ഇതിന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. നേരത്തെ 2:1 ആയിരുന്നു ഫോർ കറണ്ട് റേഷ്യോയില്, പക്ഷെ ക്വിക്ക് റേഷ്യോന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. 1:1 ആണ് ഏത്, ഫോർ ക്വിക്ക് റേഷ്യോ, ദാറ്റ് ഈസ് ഐഡിയൽ റേഷ്യോ. ദെൻ വാട്ട് യു മീൻ ബൈ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഐഡിയൽ റേഷ്യോ ഫോർ കറണ്ട് റേഷ്യോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ദാറ്റ് ഈസ് 2:1. 2:1 എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണോ, ഓക്കെ ആണോ, സെറ്റ് ഓൾ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്? സോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു കറണ്ട് അസറ്റ്സ് എത്രയാണ്, 1,34,000 ആണ്. ആ 1,34,000 നിന്ന് എന്തൊക്കെ നമുക്ക് കുറയ്ക്കേണ്ടി വരും, ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻവെന്ററീസ് എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും. അഡ്വാൻസ് ടാക്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും അല്ലെ. ഇൻവെന്ററീസും അഡ്വാൻസ് ടാക്സും മാത്രമേ നമുക്ക് എന്തുള്ളൂ, മൈനസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ഇൻവെന്ററീസും ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇൻവെന്ററീസും അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ, ക്വിക്ക് റേഷ്യോ ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലെ. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി ക്വിക്ക് അസറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ക്വിക്ക് അസറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെന്ററീസ് അല്ലെ. ഇൻവെന്ററീസ് പ്ലസ് അഡ്വാൻസ് ടാക്സ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ക്ലിയർ. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അപ്പോൾ ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഉണ്ട് അല്ലെ. ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാം ആഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ് മൈനസ് ആണ്. അപ്പോൾ 1,34,000 മൈനസ് 1,34,000 നമുക്കറിയാം, ഇതൊക്കെ നമ്മളെ കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 1,34,000 കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കണം, 50,000 കുറയ്ക്കണം, 4,000 കുറയ്ക്കണം. ദാറ്റ് ഈസ് 54,000 അല്ലേ. ഇൻവെന്ററീസ് 50,000 ആണ്, പ്ലസ് അഡ്വാൻസ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 4,000. അപ്പോൾ 54,000 കുറയ്ക്കണം. നമുക്ക് 1,34,000 1,34,000 മൈനസ് 54,000 എന്ന് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, ഉത്തരം 80,000 ആണ് നമുക്ക് കിട്ടുന്ന ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. 80,000 ആണ് നമുക്ക് കിട്ടുന്ന ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റീസിൽ മാറ്റമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ്, ട്രേഡ് പേയബിൾസ് ഫ്രം ട്രേഡ് പേയബിൾസ് പ്ലസ് ബാങ്ക് അല്ലെ, ബാങ്ക് ഓടിയാണ്. അത് എത്രയാണ് നമുക്കുള്ളത്, നമുക്ക് 1,00,000 പ്ലസ് 4,000 1,00,000 പ്ലസ് 4,000 ആണുള്ളത്. ദാറ്റ് ഈസ് 1,04,000. നമുക്ക് ക്വിക്ക് റേഷ്യോ എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ക്വിക്ക് റേഷ്യോ ഈക്വൽസ് 80,000 ആണ് നമുക്ക് എന്ത് ക്വിക്ക് അസറ്റ് കിട്ടിയത്. 80,000 ഡിവൈഡ് ബൈ 1,04,000 ആണ് എന്ത് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. 80,000 ഡിവൈഡ് ബൈ 1,04,000 ഈക്വൽസ് 0.76 അല്ലെങ്കിൽ 769 ആണ് വരുന്നത്. 0.77 ഈസ് ടു അല്ലെങ്കിൽ 0.77 ഈസ് ടു 1 കിട്ടും നമുക്ക്. ഓക്കെ ആണോ, ഓക്കെ. 0.77 ഈക്വൽസ് 1 കിട്ടും. ഐഡിയൽ റേഷ്യോ എത്രയായിരുന്നു, ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് അല്ലെ. ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. സോ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളുടെ ക്വിക്ക്
ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്വിക്ക് റേഷ്യോ എന്താണ്, കുറവാണ്. ക്വിക്ക് അസറ്റ് എന്താണ്, നമുക്ക് കുറവാന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അതാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്വിക്ക് റേഷ്യോ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെഷൻ അവസാനിപ്പിക്കാം. റെഡിയാണോ നിങ്ങൾ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ വേണ്ടി റെഡിയാണോ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട്. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ അസറ്റ് വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 3 lakh. നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതായത് കറണ്ട് പ്ലസ് കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി ഉണ്ട് നമുക്കറിയാം അല്ലെ. അപ്പൊ കറണ്ട് അല്ലാത്ത ലയബിലിറ്റി ആണ് എന്ത്, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഷെയർ ഹോൾഡർ ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റ് ആയിട്ടുള്ള നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ ഫിക്സ്ഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറണ്ട് റേഷ്യോ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു, കറണ്ട് റേഷ്യോ ഈക്വൽസ്, ഓക്കെ, കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലെ. കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കറണ്ട് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ അസറ്റ്സ് ഈക്വൽസ് എന്താ വരിക, കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ് അല്ലേ ടോട്ടൽ അസറ്റ് വരുന്നത് അല്ലെ. കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കി, ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 3 lakh. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് നമുക്കിവിടെ തന്നിട്ടില്ല, പ്ലസ് നോൺ കറണ്ട് അസറ്റ് എന്തെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ. നോൺ കറണ്ട് അസറ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്, അതുപോലെ തന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എത്രയാണ് വരുന്നത്, 2,01,60,000 പ്ലസ് 1 lakh ദാറ്റ് ഈസ് 2,60,000 ആണ് വരുന്നത് അല്ലെ. 2,60,000. സോ 2,60,000 വരും. നമുക്ക് കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ 3 lakh മൈനസ് അല്ലെ, 3 lakh പ്ലസ് ഉള്ള ഇതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് മൈനസ് ആവും 2,60,000. സോ നമുക്ക് കിട്ടുന്ന എത്ര, 40,000 ആണ് നമുക്ക് കിട്ടുന്ന കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ. ഇനി കറണ്ട് ലയബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യനില് ഒന്നും തന്നിട്ടില്ല. ഉണ്ടോ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ അസറ്റ്സ് ഈക്വൽസ്, ടോട്ടൽ അസറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് പറയാൻ പറ്റും, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അല്ലെ. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇവിടെ പറയുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റീസ് അല്ലെ, നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇനി അതുപോലെ തന്നെ പ്ലസ് എന്തുകൂടെ കൂടണം, നോൺ കറണ്ട് ലയബിലിറ്റീസ് മാത്രമാണോ ഉള്ളത്, ലയബിലിറ്റി ടോട്ടൽ ലയബിലിറ്റി ആണ് വേണ്ടേ. സോ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ തന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 3 lakh എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിൽ ഷെയർ ഹോൾഡർ ഫണ്ട് തന്നിട്ടുണ്ട്. എത്രയാ, 2 lakh തന്നിട്ടുണ്ട്. പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. എത്രയാ, നോൺ കറണ്ട് ലയബിലിറ്റീസ് 80,000 അല്ലെ.
80,000 നമുക്ക് തന്നിട്ടുണ്ട്. 80,000. നമുക്ക് തരാത്തൊരു കാര്യം എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി ആണ് നമുക്ക് തരാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് നമുക്ക് കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 lakh, ഇവിടെ 2,80,000 ഉണ്ട് അല്ലേ? 2,80,000 പ്ലസ് കറണ്ട് ലയബിലിറ്റി. അപ്പോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കറണ്ട് ലയബിലിറ്റി ഈക്വൽസ് 3 lakh മൈനസ് 2,80,000 പ്ലസ് ആണ്. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? അത് മൈനസ് ആയിട്ട് മാറും. സോ 20,000 ആണ് നമുക്ക് കിട്ടുന്ന കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് കറണ്ട് അസറ്റ് 40,000ഉം കറണ്ട് ലയബിലിറ്റി 20,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽസ് 40,000 ഡിവൈഡ് ബൈ 20,000 ആണ്. ദാറ്റ് ഈസ് 2:1 അല്ലെ? 2:1 ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. 2:1 ആണ്. ഓക്കെ, കറണ്ട് റേഷ്യോ ഈസ് 2:1. നമ്മുടെ ഐഡിയൽ റേഷ്യോ എത്രയായിരുന്നു? 2:1 തന്നെയാണ് നമ്മളുടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ് നമ്മളുടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. സോ ആ ഐഡിയൽ റേഷ്യോനെയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഐഡിയൽ റേഷ്യോനെയാണ് ആൻസർ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മളുടെ കറണ്ട് ലയബിലിറ്റീസിനെക്കാളും ഒരു മടങ്ങ് കൂടുതലാണ് നമ്മുടെ ലയബിലിറ്റി അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ലയബിലിറ്റിനേക്കാൾ ഒരു മടങ്ങ് കൂടുതലാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേഷൻസ് ഇങ്ങനെയാണ് നടത്തുക. ഓക്കെ ആണോടാ? ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന റേഷ്യോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോ നമ്മൾ നോക്കി. സോ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് അല്ലേ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ഇനി വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? അക്കൗണ്ടിംഗ് ratios using the information and data from the financial statements അല്ലെങ്കിൽ accounting data are used for calculating such ratio is known as accounting ratio and it is calculated for taking various decisions and it is useful for predicting the future എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടത്താനായിട്ട് പറ്റും. ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫേമും അതർ ഫേംസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഇൻട്രാ ഫേം. ദിവ്യ മോഹൻ, ഹായ് ദിവ്യ. ഇനി അതുപോലെ തന്നെ ഇൻട്രാഫോം എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് അനാലിസിസ് നമുക്ക് കിട്ടിയ ഫിഗേഴ്സും നമുക്ക് ഇപ്പൊ കിട്ടിയ ഫിഗേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. ഇൻട്രാഫോം കമ്പാരിസൺ നമുക്ക് നടത്താനായിട്ട് പറ്റും. സോ അങ്ങനെ റേഷ്യോ അനാലിസിസ് നമുക്ക് എന്താണ്? എല്ലാ വിധത്തിലും എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആണ് ഫോർ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഇനി നമ്മൾ 2 റേഷ്യോസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മുടെ 2 റേഷ്യോ എന്ന് പറയുന്നത്? കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോ അല്ലെ? കറണ്ട് റേഷ്യോ നമ്മൾ പറഞ്ഞു 2 ആസ്പെക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പ്രൊപ്പോർഷൻ ആണ് നോക്കുന്നത്. 2 ആസ്പെക്ട്സ് ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഇനി കറണ്ട് അസറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. അതായത് ക്യാഷും നമുക്ക് ക്യാഷിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് അസറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയറിനുള്ളിൽ. ഇനി കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് അല്ലെ? നമുക്ക് 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇപ്പൊ ഷോർട്ട് ടേം ലോൺസ് ഒക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ബാങ്ക് ഓടിയൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു അതിന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഐഡിയൽ റേഷ്യോ ഈസ് 2:1. അതായത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിന്റെ ഇരട്ടി ആയിരിക്കണം കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഏതായിരുന്നു? നമ്മൾ നോക്കിയത് ക്യുക്ക് റേഷ്യോ ആയിരുന്നു അല്ലെ? ക്യുക്ക് റേഷ്യോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കിയത്. ഇനി ക്യുക്ക് റേഷ്യോയിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ക്യുക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആയിരുന്നു അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ക്യുക്ക് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെന്ററീസ് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് പ്ലസ് അഡ്വാൻസ് ടാക്സ്. അപ്പോ കറണ്ട് അസറ്റിൽ നിന്ന് അഡ്വാൻസ് ടാക്സും പ്രീപെയ്ഡ് എക്സ്പെൻസും ഇൻവെന്ററിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യുക്ക് അസറ്റ്സ് കിട്ടും.
ക്വിക്ക് അസറ്റ്സ് കിട്ടും. ഇനി ആ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് റേഷ്യോ കിട്ടും. ക്വിക്ക് റേഷ്യോന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് ഈക്വൽ റേഷ്യോ ആണ് അതിന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ട് വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഫേവറബിൾ ഫിഗർ ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ ഗായ്സ്, സോ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ റേഷ്യോസിന്റെ അതുപോലെ തന്നെ ഇക്വേഷൻസ് കറക്റ്റ് പഠിക്കുക. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തൊട്ട് നമ്മൾ വർക്കൗട്ട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് നന്നായിട്ട് നമ്മുടെ എക്സാമിനേഷന്റെ ടൈമിലൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? മനസ്സിലാവത്തില്ല. കുറെ ആസ്പെക്ട്സ് നമ്മൾ മിസ് ഔട്ട് ആയി പോകും. സോ ഇപ്പൊ കറണ്ട് അസറ്റ് എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് വരും? നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും. സോ അതൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിക്കണം. പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഇത് അനാലിസിസ് നടത്തണം. അത് കാരണം പറയാനുള്ള കാരണം എന്താണ്? അത് 8 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? 8 മാർക്കിന് ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചോദിക്കും. 8 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ 8 മാർക്കിന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നാണ് അതിനർത്ഥം. സോ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? സ്റ്റഡീസ് മുന്നോട്ട് പോകട്ടെ. ഇന്നത്തേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ കോർപ്പറേഷൻ ആൻഡ് അറ്റൻഷൻ. അല്ലെ, നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ആണ് നമുക്ക് ആവശ്യം, കോപ്പറേഷൻ ആണ് ആവശ്യം. സോ അതിനൊക്കെ ഒരുപാട് നന്ദി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.